ഞങ്ങളെ അരിമണി എവിടെയാണ്? ഞങ്ങളുടെ അരിമണിനെ എന്താ കൊണ്ടുവരാൻ? അവൻ ഇരിക്കത്തൊന്നുമില്ല. അവനെ കുടുംബത്തിന് പുറത്തിറക്കാൻ കൊള്ളത്തില്ല. ഇദ്ദേഹം ഒരമ്മയാണ്, കുഞ്ഞിന്റെ അമ്മയാണ്. ഇദ്ദേഹം കുഞ്ഞിനെ പാടി ഉറക്കുമ്പോൾ കുഞ്ഞിതിങ്ങനെ ഗോവയ്ക്ക് പോയി ഒരു റൂം ബുക്ക് ചെയ്തു. നമ്മള് ഓയോ ആപ്പ് വഴി റൂം ബുക്ക് ചെയ്തു. കെട്ട് കഴിഞ്ഞാണ് എന്നിട്ടാണ് പോയത്. നിങ്ങൾ വെറുതെ വേറൊന്നും കരുതരുത്. അവൻ റൈറ്റ് എടുത്ത് ചുറ്റും കാടാണ്. ഞാൻ കരുതി ഓക്കെ ബിറ്റ്വീൻ കാടാണല്ലോ, പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കയറി പോയപ്പോൾ നമ്മുടെ അടുത്ത് വണ്ടി ഒരു സ്വിഫ്റ്റ് കാർ എടുത്തത്. ആ ഒരു കാറിന്റെ ലൈറ്റ് മാത്രമേ ഏരിയയുള്ളൂ. ആ ലൈറ്റിന്റെ ഒന്ന് ഓഫ് ചെയ്താൽ പിന്നെ മൊത്തം കുറ്റക്കുറ്റിട്ട ഇടത്തും വലത്തും ഫുള്ള് കാട്. ആനിവേഴ്സറി എപ്പോഴാണെന്ന് വെച്ച് ഞാൻ പൂരം തൃക്കാർത്തിക എന്നൊക്കെ എണ്ണീട്ട് ഞാൻ പറയേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മളെ വീന് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണ എങ്ങനെ പറഞ്ഞു? അത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മണം അടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. നെഗറ്റീവ് വരുന്നത് ഞങ്ങള് കൂടുതൽ റിമൂവ് ചെയ്യാറാണ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ ചില ആൾക്കാരുടെ കൺസെപ്റ്റ് ഗർഭിണി ആയാൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഈ തുണിയൊക്കെ അടക്കി ഒതുക്കി വെക്കത്തില്ല അലമാരിക്കും, അതുപോലെ ഇരിക്കണം. ഞാൻ ആക്ച്വലി പണ്ടോട്ട് പറഞ്ഞവരുണ്ട് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ വേണമെന്ന് പറഞ്ഞു തരും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് എൻ്റെ പോസിബിലിറ്റി അറിയായിരുന്നു. പക്ഷെ ഞങ്ങളോട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കാര്യത്തിൽ. ഇനി ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്ന പയ്യന്റെ മിടുക്ക് പോലിരിക്കും. ഇത്രയും സാധനം ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു. പുതിയ വിശേഷങ്ങളുമായി ഞാൻ മാറ്റിക്കൊപ്പമാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒരു ക്യൂട്ട് ഫാമിലിയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പമുള്ളത്. ശീതൾ ആൻഡ് വിനു. അപ്പോൾ മാറ്റ്നിയുടെ പുതിയ വിഷു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്. ഞങ്ങളെ അരിമണി എവിടെയാണ്? ഞങ്ങളുടെ അരിമണീനെ എന്താ കൊണ്ടുവരാൻ? ഞങ്ങളെല്ലാവരും അരിമണീനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ ഇരിക്കത്തൊന്നുമില്ല. അവനെ കുടുംബത്തിന് പുറത്തിറക്കാൻ കൊള്ളത്തില്ല. അവര് അടങ്ങി ഒതുങ്ങി ഇരിക്കൂല. ഇത്രയും ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടും ചൂടൊക്കെ ആയതുകൊണ്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കുസൃതിക്ക് ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ പോകും, എഴുന്നേഞ്ഞ് പോകും. നമുക്ക് ഇങ്ങനെ സൗകര്യമായിട്ടൊന്നും ഇന്റർവ്യൂ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അരിമണീനെ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ അരിമണി എന്നുള്ള പേര് കേട്ടപ്പോഴേ, സാധാരണ കുഞ്ഞുങ്ങൾക്ക് നമ്മള് ഈ നെയ്മൊക്കെ ഇടുമ്പോൾ വീട്ടിൽ വിളിക്കണം എന്നൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഈ അരിമണി എന്നുള്ള പേര് ഇതുവരെ കേട്ടിട്ടില്ല. എന്താണ് അരിമണി എന്ന് നല്ല പേര് തന്നെയാണ്. വിളിക്കാൻ തോന്നിയത് ആരാണത് സജസ്റ്റ് ചെയ്തത്? വിനു ആണ് സജസ്റ്റ് ചെയ്തത്. എന്താണ് അങ്ങനെ? ഇത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇയാള് പ്രഗ്നാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ടെസ്റ്റ് കാണിച്ചു. അപ്പോഴും നമുക്ക് ഉറപ്പില്ലല്ലോ, ടെസ്റ്റ് അല്ലേ, നമുക്ക് എപ്പോഴും ഫോൾസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ നൈറ്റ് ലാബിൽ പോയിട്ട് ചെക്ക് ചെയ്തു. ലാബിൽ പോയപ്പോഴത്തേക്കും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇതാ കണ്ടില്ലേ, ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു. പറഞ്ഞു ഇപ്പോൾ ഉണ്ട്, എനിക്കിത് കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇതാ ഇപ്പൊ തൊട്ട് കാണിച്ചു, ഇതാ കണ്ടില്ലേ ഒരു റൈസ് ഗ്രെയിൻ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരത് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊള്ളാലോ, നോക്കടോ ഒരു ചെറിയ അരിമണി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അങ്ങോട്ട് ഇടതേ നോക്ക് കണ്ടാ ഇതാണ് അരിമണി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ആ പേരങ്ങ് ഇതായി പോയി. അങ്ങനെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ അരിമണി അങ്ങനെ പോയില്ലേ. ഓരോ പ്രാവശ്യം സ്കാനിങ് കഴിയുമ്പോഴത്തേക്കും അരിമണി തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അരിമണി ചവിട്ടിയോ? ഇല്ല, ചവിട്ടിയിട്ടില്ല. ചൂടുവെള്ളം കുടിക്കി, അരിമണി ചവിട്ടും. അരിമണി ഇങ്ങനെ കൊട്ടിയൊക്കെ അങ്ങനെ. അല്ല, നല്ല ഭയങ്കര റയറാണ്, ആർക്കും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ അരിമണി എന്നൊരു പെറ്റ് നെയിം. അല്ല, പക്ഷെ എല്ലാവർക്കും വെറൈറ്റി പെറ്റ് നെയിം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞിന്റെ പെറ്റ് നെയിം അരിമണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കമന്റ് വന്നു, കുറെ പെറ്റ് നെയിം ഉണ്ട് വെറൈറ്റി ഇഷ്ടം പോലെ. അത് അമ്മമാരും അച്ഛന്മാരൊക്കെ ആ ഒരു സമയത്ത് വിളിച്ചു വരുന്ന ഒരു പെറ്റ് നെയിം. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാത്തോണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളിപ്പോ അരിമണി എന്നൊന്നും വിളിക്കുന്നില്ല, മാറി, പേരൊക്കെ മാറി. ഇപ്പൊ ഒരുപാട് അമ്പുടു, തക്കുടു, പൊന്നായി എന്നൊക്കെ ഞാൻ വിളിക്കും. പിന്നെ ഞങ്ങളുടെ മെയിൻ സംഭവം വിജയ്, കാരണം അവനിപ്പം എല്ലാം അറിഞ്ഞു തുടങ്ങുന്ന പ്രായം. അപ്പം സ്വന്തം പേര് കേട്ടൊന്ന് പഠിക്കട്ടെ ഞങ്ങൾ വിജയ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയത് തന്നെ ടിക്ടോക്ക് വീഡിയോസ് ഇട്ടിട്ടാണോ? ടിക്ടോക്ക് വഴിയാണ് തുടങ്ങിയത് സ്റ്റാർട്ടിങ്? അല്ല, അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു മ്യൂസിക്കലി. അതിനു മുമ്പുണ്ടായി ഡബ് സ്മാഷ്. അപ്പൊ അതൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോമിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. ചെയ്യുക, നമ്മൾ കാണുക, പ്രൈവറ്റ് ആക്കി ഇടുക അങ്ങനെ. പക്ഷെ ഡബ് സ്മാഷിൽ ഞാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ കോളേജ് സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ചുമ്മാ തമാശക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ടിക്ടോക്കിലായിരിക്കും? അതെ, ടിക്ടോക്കിൽ. അപ്പോ ഈ ടിക്ടോക്ക് മുതൽ ഇന്ന് ഇത്രയും അവാർഡുകൾ വരെ നേടി യൂട്യൂബിലെ ശരിക്കും പറഞ്ഞ തരംഗമായിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് നിങ്ങൾ.
ആ ടിക്ടോക്ക് ടു ഈ യൂട്യൂബ് വരെയുള്ള ഈ ഒരു ജേണിയിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്ന ഒരു ഫീൽ? അന്ന് ഒരിക്കലും ഇതൊന്നും വിചാരിച്ചിട്ടില്ല. ഇതിന് ഇത്രയേറെ സാധ്യതകൾ ഉണ്ടാവുമെന്ന് പോലും നമ്മൾ അന്ന് ചിന്തിക്കുന്നില്ല. ടിക്ടോക്കിൽ വീഡിയോ ഇടുമ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കുന്നു, ഇടുന്നു, നമുക്ക് ആക്ട് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം. കാരണം ഞങ്ങൾക്ക് സിനിമാ മോഹം ഒന്നുമില്ല. നമ്മൾക്ക് ആക്ട് ചെയ്യാൻ അറിയാം, ഓക്കെ ആക്ട് ചെയ്യുന്നു, അത് നമ്മൾ ചെയ്തൊരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നു, അത് കാണുമ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കമന്റ്സ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നു, അത്രയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഭയങ്കര കൂടുതലായത് ഇപ്പൊ ഈ ഒരു 2-3 years ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റ് പറഞ്ഞ ടിക്ടോക്ക് ഒക്കെ ബാൻ ആയ സമയത്താണ് ശരിക്കും യൂട്യൂബിലേക്ക് എല്ലാവരും വരുന്നത്. ഞാൻ ആക്ച്വലി പണ്ടോട്ടെ പറഞ്ഞവരുണ്ട് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ വേണമെന്ന് പറഞ്ഞു തരും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് എൻ്റെ പോസിബിലിറ്റി അറിയായിരുന്നു, പക്ഷേ ഞാനോട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കാര്യത്തിൽ. പക്ഷേ ടിക്ടോക്ക് ബാൻ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബുമായിട്ട് ഫോക്കസ് ചെയ്തത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, ക്രിയേറ്ററിൻ്റെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, മീറ്റപ്സ് ഒക്കെ ഉണ്ട്, ഓക്കെ പുതിയ പുതിയ ഫീച്ചർ വരുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത്. ഓക്കെ, ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത യൂട്യൂബിലെ നിങ്ങളുടെ വീഡിയോ എന്താണെന്ന് ഓർമ്മയുണ്ട്? അത് പ്രൈവറ്റ് ആക്കി. അല്ല, എന്തായിരുന്നു? ഓർമ്മയുണ്ട്. തന്റെ അമ്മമ്മോളായിട്ട് അഭിനയിക്കുന്ന സാധനം നമ്മൾ ഇന്ന് അതിനെപ്പറ്റി സംസാരിച്ചോളൂ. കാരണം പറഞ്ഞു കാര്യം അമ്മമ്മോളുടെ അഭിനയിച്ച, അതായത് ഇയാൾ തന്നെ അമ്മ ഇയാൾ മോളായിട്ട് ഡബിൾ ചെയ്യുന്നതാണ്. മോള് ഹോസ്റ്റലിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ അറിയാമല്ലോ, മോള് വീടൊക്കെ മാറി ദൂരത്ത് നിൽക്കുകയാണ്, ഹോസ്റ്റലിലാണ് താമസം, അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവും, പല രീതിക്കുന്ന ആൾക്കാരുണ്ടാവും, പല വീട്ടിൽ നിന്ന് കുട്ടികളുണ്ടാവും. അപ്പോഴത്തേക്ക് ഇത്തരം മോള് അമ്മ വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെ കൂട്ടിനൊന്നും പോകത്തില്ല, ഞാൻ നല്ല കുട്ടിയായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, അയ്യോ അങ്ങനല്ല, നീ അവരൊപ്പം കൂട്ടുകൂടി അവരെ ചീത്തയാക്കരുത്, എൻ്റെ അപേക്ഷയാണ്, ഇവിടെ വീട്ടിലോ നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ പോയിട്ട് കാണിക്കരുത് എന്നൊരു ഡയലോഗ് വെച്ച് പോകുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇട്ട വീഡിയോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളിത് പ്രൈവറ്റ് ആക്കി. എന്താ പ്രൈവറ്റ് ആക്കിയേ? അത് ആക്കിയിട്ട് 1 വർഷമായിട്ടുണ്ടാവുള്ളൂ. കാരണം ഞങ്ങളുടെ വ്ളോഗിങ് ചാനലാണ് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഞങ്ങൾക്ക് 2 ചാനലുണ്ട്, ശീതൽ ഒഫീഷ്യലും ഉണ്ട്, ശീതൽ ആൻഡ് ബിനു ചാനലും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ പോയി അമ്മമോൾ അമ്മമോൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാട്ടിന്റെ പാരഡി ഒക്കെ പോണത് ശീതൽ ആൻഡ് ബിനു ചാനലല്ല. ഇത് ഞങ്ങൾക്ക് ആദ്യം ഒറ്റ ചാനലുള്ളായിരുന്നു, ശീതൽ ഒഫീഷ്യൽ മാത്രമേ ഉള്ളായിരുന്നു, ഞങ്ങൾ അതിലിട്ടത്. അപ്പം കണ്ടന്റിന്റെ ജോൺഡർ മാറുമെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളൊരു ആഫ്റ്റർ മാരേജ് ഞങ്ങൾ 2ാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ ശീതളമിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് പ്രൈവറ്റ് ആക്കി. അപ്പൊ ഇപ്പൊ കുറെ നാളായിട്ട് ഒറ്റ പ്രാങ്കും ഇല്ല. ഇനിയിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ പ്രാങ്ക് ചെയ്തിട്ട് 1 കൊല്ലം ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ചെയ്യും. കാരണം മറക്കണം, എപ്പോഴും പ്രാങ്ക് ചെയ്തത് എങ്ങനാ പ്രാങ്ക് കാണുന്നവർക്ക് വിശ്വസിക്കണ്ടേ. നമ്മളിത് മറന്നു കഴിയുമ്പോ പെട്ടെന്ന് കൊടുക്കുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. അല്ലാതെ ആഴ്ചയിൽ പ്രാങ്ക് അല്ല. ഇയാള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞാനൊരു പ്രാങ്ക് കൊടുത്ത് ഷൂട്ട് ചെയ്തില്ല ഞങ്ങള്. ആമസോണിൽ നിന്ന് ഇയാൾക്ക് ഒരു കോള് വന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് അബദ്ധത്തിൽ വേറൊരു ഫോൺ എടുത്ത് ഞാൻ വിളിച്ച്, എന്നിട്ട് സൗണ്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ ഭയങ്കര ഹിന്ദിയിലൊക്കെ അറിയോ പൈസ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. അപ്പൊ ഇയാൾക്ക് ഹിന്ദി അറിയാൻ പാടില്ല, മേ വോ ഏ അതൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സംസാരമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അതൊക്കെ എന്റെ ഒരു മനസ്സുഖം, ഞങ്ങൾ വെറുതെ തമാശക്ക് അങ്ങോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അന്ന് വിനുവിന്റെ കാലില് മറ്റേ വാക്സിൻ ഒരു സാധനമൊക്കെ വെച്ച് പണ്ട് വലിച്ചിരുന്ന്, ഇത് ശരിക്കും വിനു ഉറങ്ങുമ്പോ അറിയാതെ തന്നെ ചെയ്തതാണോ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു? ആ കാര്യം ഞാൻ പറയാം. ഞങ്ങള് ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ നടൂര് കയറിയ സമയത്ത് അവിടെ നിന്നൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഷൂട്ടും കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയത് വെളുപ്പാങ്കാലത്താണ്. ഓക്കെ, അതിന് ശേഷം ഒരു 2-3 അവർ ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ പോയി, അപ്പോഴും തൂങ്ങിയിരിക്കുവാണ് ഞാൻ ചോദിച്ചു വന്ന് ഉറങ്ങാന്ന് ചോദിച്ചു. ഒരു 6:30 വീടെത്തി, കുളിച്ച് ഫ്രഷായി, ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ, കിടന്നങ്ങ് ഉറങ്ങി, ബോധം കെട്ട് ഉറങ്ങിപ്പോയി ഞാൻ. ആ ഗ്യാപ്പിലാണ് പറ്റിച്ച പണി. അത് നന്നായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യല്ലേ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കണ്ടന്റുകള് ആരാണ് നിങ്ങൾ രണ്ടുപേരിൽ കണ്ടന്റുകൾ കൂടുതൽ? രണ്ടുപേരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പം നമുക്ക് പെട്ടെന്ന് എഴുതുന്നു. റിയൽ ലൈഫിൽ ശരിക്കുണ്ടായ സാധനങ്ങൾ എടുത്തടിക്കുന്നതാണോ അതോ ചിന്തിച്ചിരുന്നത്? രണ്ടും ഉണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ തിരിച്ച് ഇപ്പം ആരെങ്കിലും ഈ ചൊറിയാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് നല്ലത് പറയും. പക്ഷെ അത് അവർക്ക് ചിലപ്പം പണി കിട്ടുന്ന ഇപ്പം ഭേദിക്കും. പക്ഷെ നമ്മൾ കണ്ടന്റ് ആക്കുമ്പോൾ നമ്മൾ തമാശയൊക്കെ എടുക്കുള്ളൂ. അങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പാട്ടിന്റെ പാരഡിയൊക്കെ ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് ഒന്നുമില്ല, ഞാൻ വെറുതെ ഈ പാട്ടൊക്കെ നടക്കുമ്പോൾ ചെയ്യുമ്പോൾ നല്ല കണ്ടന്റ് കൊള്ള എഴുതി വെക്കാൻ പറയും. ഞാൻ ഈ വെറുതെ എന്തെങ്കിലുമൊക്കെ പാട്ടിട്ടുമ്പോൾ ചുമ്മാ പാടിക്കോണം, പാരഡിയൊക്കെ പാടിക്കോണൊക്കെ ഞാൻ ഇങ്ങനെ ഈ സംഭവം കൊള്ളാൻ കേട്ടോ എഴുതി വെക്കുക ചെയ്യാന്നൊക്കെ പറയും. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ രണ്ടുപേരും നന്നായി പാടുന്നത് ആരാ, വിനു ആണോ ശീതളാണോ?
അത് നന്നായി പറഞ്ഞാള് ഞാൻ മഴയത്ത് തവള കരുന്നല് പാടുന്നുണ്ട് ഞാൻ. ശീതള് നന്നായി പാടുന്നുള്ളത് കമന്റ് ബോക്സിൽ കണ്ടാൽ അതെ അതെ ഇദ്ദേഹം ചേച്ചി സൂപ്പർ ആയിട്ട് പാടും, അടിപൊളി പാട്ടാണെന്നൊക്കെ. അതെ 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 അത് ഞങ്ങൾ പാറപ്പുറത്ത് ചിരട്ട വരച്ച അല്ലല്ല ഞാൻ ആ കമന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ മാറ്റ്നി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് നമുക്ക് പാടി തരണം. ഞാൻ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഇദ്ദേഹം ഒരു അമ്മയാണ്, കുഞ്ഞിന്റെ അമ്മയാണ്. ഇദ്ദേഹം കുഞ്ഞിനെ പാടി ഉറക്കുമ്പോ കുഞ്ഞിതെങ്ങനെ ഈ ഒരു നോട്ടമുണ്ട്. ഇതൊക്കെ കേട്ടാണ് ചുമ്മാ തള്ളി വിടുവാണ്, ഒരു കാര്യമില്ല. ഞാൻ പണ്ടൊക്കെ പാടുമായിരുന്നു, പിന്നെ ആൾക്കാരെല്ലാം പാടു തുടങ്ങിയപ്പോ ഞാൻ നിർത്തി. ഞങ്ങൾ രണ്ടുപേരും പാടാറില്ല. ട്രിപ്സ് ഒക്കെ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം. ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചായതിനു ശേഷം ഒന്നുകൂടി മോനും കൊണ്ട് തന്നെയല്ലേ ഇപ്പൊ മോനായ ശേഷം പോവാ അവന്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളൊരു 2 ദിവസത്തേക്കെങ്കിലും മാറി നിൽക്കും. കാരണം ഇപ്പം ഈ ഒരു 2 മാസം, കാരണം അവനിപ്പം കുറുക്കെല്ലാം കുടിച്ചു തുടങ്ങി. അതിന് ശേഷം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്കൊരു 2 ദിവസത്തേക്ക് മാറി നിൽക്കാൻ കുഴപ്പമില്ല. നിങ്ങളിലും അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. ഇപ്പൊ ഇത്രയും ഓരോ സ്ഥലങ്ങളില് ട്രാവലൊക്കെ ചെയ്തപ്പോ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർത്തിരിക്കാൻ, തീർച്ചയായിട്ടും ഓരോ ട്രാവലിലും നമുക്ക് ഓരോ അനുഭവങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് 2 പേർക്കും ഓർത്തിരിക്കും നമ്മൾ അന്ന് ആ സ്ഥലത്ത് പോയപ്പോ ആ ഒരു കാര്യം ദൈവമേ ഇടയ്ക്ക് എങ്ങനെ നമ്മൾ ഓർത്ത് പറയണം, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കാവുന്ന നല്ലതായാലും എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കും. എന്നാലും പറയുമ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഗോവയ്ക്ക് പോയ സാധനം എന്താടാ മറ്റേ ഇല്ല അസ്ഥികൂടത്തിന്റെ സാധനമൊക്കെ വേണം പറഞ്ഞുതരാം. എന്റെ ദൈവം, നീ അത് എല്ലാ ഇന്റർവ്യൂലും പറയുന്നത് മാത്രമേ ഉള്ളൂ, വേണ്ട വേറൊന്നും നമുക്ക് പറയാനൊന്നുമില്ല. അതായത് ഈ ഗോവയ്ക്ക് പോയി ഒരു റൂം ബുക്ക് ചെയ്തു. നമ്മള് ഓയോ ആപ്പ് വഴി റൂം ബുക്ക് ചെയ്തു. കെട്ട് കഴിഞ്ഞാണ് എന്നിട്ടാണ് പോയത്. നിങ്ങൾ വെറുതെ വേറൊന്നും കരുതരുത്. ഒയോ എന്നൊക്കെ പറഞ്ഞു, ആഹാ ഇവര് ഒയോ ഒക്കെ എടുത്ത് ബുക്ക് ചെയ്ത് പറയുന്നത് ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. ഞാൻ അവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി കരുതും. ഞങ്ങൾ ആഫ്റ്റർ മാരേജ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. അപ്പൊ ഞങ്ങള് അങ്ങനെയാണ് ഗോവയ്ക്ക് പോയത്. പോയി ട്രെയിൻ ഇരുന്നപ്പോ ഞങ്ങൾ ഓയോ നോക്കിയപ്പോൾ ഭയങ്കര ഓഫറിലൊക്കെ ഇത് വരുന്നു. അപ്പൊ ഞാൻ ഒരു റൂം എടുത്തു. നോക്കിയപ്പോൾ സംഭവം കൊള്ളാം, നല്ല പൂളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു കാടിന്റെ സെന്ററിൽ ഒരു റിസോർട്ട് ടൈപ്പ് സംഭവം എടുത്തേക്കുന്നത്. ഇതൊരു ഒത്തിരി മുന്നേ, എനിക്കൊരു 3 വർഷം എങ്ങാണ്ടായി. അപ്പോൾ ഞങ്ങൾ പോയി, ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്തു. അപ്പം തന്നെ എനിക്കൊരു കോള് വന്നു. ഞാൻ ഗോവ എത്തിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. കോള് വന്നു ഹിന്ദിയിലാണ്. സാർ ഇതുപോലെ നിങ്ങളുടെ റൂം അന്വേഷിച്ച് കണ്ടിരുന്നു, സാർ ഇന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങളിപ്പം മറ്റേ മാഡ്ഗോൺ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ ഒരു ടാക്സി എടുത്ത് വരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ടാക്സി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ സാറേ ഇവിടുന്ന് ഞാൻ ഈ ലൊക്കേഷൻ കാണിച്ചു. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ കാണിക്കുന്നില്ല. ഓയോയുടെ ആപ്പിൽ എടുത്തൊരു മാപ്പ് ഉണ്ട്, നോക്കിയാൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു ടാക്സി ഡ്രൈവറിനെ. പുള്ളി സാർ ഇത് മഹാരാഷ്ട്ര ബോർഡറാണ്, ഗോവൻ മഹാരാഷ്ട്ര ബോർഡറാണിത്. ഇവിടുന്ന് ഒരു നല്ല ഒരു 2-3 അവർ ഗ്യാപ്പ് ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞ സ്ഥലത്തുമ്പോൾ രാത്രിയാവും. ഒരു കാര്യം ചെയ്യും, ബെസ്റ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ, പുള്ളി ഹിന്ദിക്കാരനാണ് പക്ഷേ വളരെ ഇതായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് ഇവിടെ അടുത്തൊരു റൂം ഉണ്ടെങ്കിൽ എടുക്ക്, ഞാൻ വേണമെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ പേര് വിളിച്ചിട്ട് റൂം എടുത്തു. പുള്ളി കമ്മീഷൻ കിട്ടിയില്ല നമുക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷെ സംഭവം നല്ല റൂമായിരുന്നു, റീസണബിൾ റേറ്റ് ആയിരുന്നു. ഞങ്ങൾ റൂം എടുത്തു, സെറ്റായി. രാവിലെ രാത്രി ഞങ്ങൾ ടാക്സി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഒരു കാർ എടുത്ത് രാവിലെ ഫുള്ള് നോർത്ത് ഗോവ കുറേ കറങ്ങി അടിച്ച് നടന്ന് രാത്രി ഒരു 8 മണി 9 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ നിന്നാൽ പിന്നെ നമുക്ക് ആ സ്ഥലത്തോട്ട് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം ഞാൻ ഈ പുള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അന്ന് രാവിലെ തന്നെ പുള്ളി വിളിച്ചു, സാർ ഇന്നലെ എത്തിയില്ലല്ലോ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എത്താണ്ടിരിക്കുക, നമ്മൾ ഒത്തിരി താമസിച്ചു അതാണ്, ഇന്ന് എത്തുമെന്ന് പറഞ്ഞ്. ഓക്കെ സാർ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ നേരത്തെ പേ ചെയ്തിട്ടില്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ ഉടന്നിട്ടിരിക്കുമായിരുന്നു. രാത്രി ആയപ്പോൾ എടുത്ത് ഞാൻ പുള്ളിയെ വിളിക്കുക, കാറിനകത്ത് പുള്ളി വിളിക്കുവാൻ രാത്രി ഒരു 10-10 കാണും. പുള്ളി ഫോൺ എടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് എത്തി. ഞങ്ങൾ പോയി ഗോവ കഴിഞ്ഞു. അതിന് പിന്നെ ഒരു കുഗ്രാമം ഫീലാണ് മൊത്തം. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഈ പഴയ ഈ ഹൊറർ ഫീലിലൊക്കെ സത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയല്ലോ, മുസ്ലിം പള്ളി. ആ ഒരു ലുക്കിലെ പള്ളിയാണ് കണ്ടത് ഞങ്ങൾ. അപ്പോൾ ഓക്കെ പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ്, കുഴപ്പമില്ല, ദൈവമൊക്കെ ഉള്ളതാണല്ലോ, കുഴപ്പമില്ല. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പോയി അങ്ങ് എത്തി കുറേ കഴിയുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം ഇല്ലാണ്ടായി, വഴിയൊക്കെ ചെറുതാവുന്നു. ഇപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഉണ്ട്, ഈ പറഞ്ഞ ഒയോല മാപ്പ് നോക്കിയപ്പോൾ ഉണ്ട്, ഒരു റൈറ്റ് കാണിച്ച്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പഴയ സത്രമൊക്കെ ഉണ്ട്. ആ റൈറ്റ് എടുത്ത് ചുറ്റും കാടാണ്. ഞാൻ കരുതി ഓക്കെ ബിറ്റ്വീൻ കാടാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ച് കയറി പോയപ്പോൾ നമ്മളെടുത്ത വണ്ടി ഒരു സ്വിഫ്റ്റ് കാർ എടുത്തത്. ആ ഒരു കാറിൻ്റെ ലൈറ്റ് മാത്രമേ ഏരിയയുള്ളൂ. ആ ലൈറ്റിൻ്റെ ഓഫ് ചെയ്താൽ പിന്നെ മൊത്തം കുറ്റൊക്കെ ഇട്ട ഇടത്തും ഫുള്ള് കാട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കഴിഞ്ഞപ്പോൾ മാപ്പ് കാണിച്ചത് 2 മിനിറ്റ് കൊണ്ട് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞോണ്ട് എടാ റിസ്ക് ആണ്, എനിക്കെന്തോ വല്ലാതെ ഒന്നും പറഞ്ഞു. അപ്പം ഞാൻ പോടോ കുഴപ്പമൊന്നുമില്ല, ഒന്നാമത് പേടിയാണ് ഇയാൾക്ക്. അപ്പോൾ ഈ ഒരു വളവ് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു എടോ അതെ ഭീമേ പോണോ, പ്രശ്നമല്ലേ, പോടാ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഈ ഒരു 2 മിനിറ്റ് കാണിച്ചപ്പോൾ ഞാനങ്ങ് വണ്ടി ചവിട്ടിയൊക്കെ നിർത്തി. കാരണം
അങ്ങനെ ഒരു റിസോർട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ബോർഡെങ്കിലും ഫ്രണ്ടിൽ കാണണം. ഒന്നുമില്ല. ഇവിടെ നമുക്ക് നേരെ നോക്കി അങ്ങ് അറ്റം വരെ കാണാം, ഒന്നുമില്ല. ഞാൻ നൈസായിട്ട് നോക്കിയപ്പോൾ ഇടവും വല്ലതും ഫുള്ള് കേടും, വണ്ടി വളയ്ക്കാൻ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ വണ്ടി പെട്ടെന്ന് ഞാൻ വളച്ച് ഇറക്കി ഒറ്റ വിടലങ്ങ്. ഇയാളും അടുത്തുണ്ട്, എൻ്റെ ഫ്രണ്ടും ബാക്ക് സീറ്റ് ഇരിപ്പുണ്ട്. ഇറക്കി ഒറ്റ, കാരണം ഉറപ്പാണ് എന്തോ ട്രാപ്പായിരുന്നത്. അപ്പം ഇറങ്ങി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു പണി കിട്ടിയേ. കാരണം ഒന്നും അറിയാം, കാരണം ഞങ്ങളുടെ സ്വിഫ്റ്റിന്റെ കാറിന്റെ ആ ലൈറ്റ് 2 എണ്ണം ഒരാൾ എറിഞ്ഞു പിടിച്ചു വിചാരിച്ചു. പിന്നെ ഒന്നുമില്ല, അവിടെ മൊത്തം ഇരുട്ടായിരിക്കും. ഈ പുള്ളിക്കാരൻ ഞാൻ വൈകിട്ടോട് വിളിച്ചോണ്ടിരിക്കുകയാണ്, പുള്ളി എടുത്തിട്ടില്ല. പുള്ളി എടുത്തിരുന്നെങ്കിൽ പുള്ളി മേ ബി ആളെ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നേ. ഓക്കെ ഇന്നാൾ വരുന്നുണ്ടോ പിടിച്ചോണം പറഞ്ഞാൽ പണി കിട്ടിയേനെ. എന്തോ അതിന് പുള്ളി ഫോൺ എടുത്തില്ല. സംഭവം ഇതൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ചിരിച്ചു കളി വന്നോണ്ടിരിക്കുകയാണേ. എൻ്റെ ഭാര്യ ഓർമ്മ പോകുമ്പോൾ ഒരു പള്ളി നമ്മൾ കണ്ടില്ലായിരുന്നു, അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നും പറഞ്ഞ് പോയി. അവിടെ നിന്ന് നേരെ വിട്ടു. മൊത്തം ഊടുവഴിയൊക്കെയാണ്. ഒരു നല്ലൊരു പള്ളി, ഒരു ചെറിയ പള്ളിയാണത്. അവിടെ എത്തിയപ്പോൾ ചവിട്ടി നിർത്തി. അപ്പം പള്ളി ഓപ്പോസിറ്റാണ്, ഞങ്ങൾ ഇപ്പുറത്ത്. ഞാൻ നിർത്തിയിട്ടിരിക്കുക. പറഞ്ഞോ പള്ളി എത്തിയേട്ടാന്ന് പറഞ്ഞേ. പറഞ്ഞു ആ ശരി. ഞാൻ നോക്കി ഇങ്ങനെ, ഞാൻ കുറച്ചു നേരം മിണ്ടുന്നില്ലേ. സിനിമ അവിടെ എന്താടാ ഞാൻ പറഞ്ഞു അങ്ങോട്ടൊന്ന് നോക്കിയാന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു അസ്ഥികൂടത്തിൻ്റെ ഒരു ഇതില്ലേ, സ്കൾപ്ചർ, അതങ്ങ് നിരത്തി അങ്ങ് വെച്ചേക്കുന്നു. ഞങ്ങൾ നോക്കിയിട്ട് ഇറങ്ങണോ? ഇയാള് പറഞ്ഞു നീ വണ്ടി എടുത്തെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളോട് ചവിട്ടി വണ്ടി എടുത്ത് ഒറ്റ വിടലായിരുന്നു. പിന്നെ ഗോവൻ സെന്റർ എത്തി ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അടിച്ചു പൊളിക്കാൻ പോയിട്ട് ലാസ്റ്റ് ഹൊറർ എത്തിയോ. ഈ ഒരു അനുഭവം ഞങ്ങൾ എപ്പോഴും ഓർക്കുമല്ലേ. ഇപ്പൊ നിങ്ങള് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ആ ആംഗിളിൽ നിന്ന് ക്യാമറ വെക്കണ്ട, ഇപ്പൊ ചെയ്തത് ശരിയായില്ല, അങ്ങനെയല്ല ദേ ഇങ്ങനെ ഇത് കിട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഡയറക്റ്റ് ചെയ്യണത് വിനു ശീതളിനാണോ ശീതൾ വിനുവിനാണോ? ആദ്യമൊക്കെ ഇയാളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ 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 ഇപ്പോഴൊക്കെ ഞാനാ പറയുന്നത്. ഞാനാണ് ശരിക്കും മലയാളി. അങ്ങനല്ല, നമ്മൾ രണ്ടുപേരും ഇപ്പം ഞാനിപ്പോ ചെയ്യുമ്പോൾ ചില പറയാം മോഡുലേഷൻ മാറിപ്പോയി, വേറെ രീതിക്ക് പറയും. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇയാള് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ പിന്നെ ഞാൻ കുറച്ചൊക്കെ പിച്ച വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇയാളൊരു കേപ്പബിലിറ്റി എനിക്കറിയാം. അപ്പൊ അതിൽ കുറച്ച് വരുമ്പോൾ ഞമ്മള് ഇങ്ങനെയല്ല ചെയ്യേണ്ട, അങ്ങനെ ഒരു 4 ആകുമ്പോഴത്തേക്കും റീടേക്ക് ആകുമ്പോഴത്തേക്കും പറയണ്ടല്ലോ നീ പോയ വിടുന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സജഷൻസ് പറയും, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എന്താ പറയാ, താടി ഏത് നേരം താടി വെക്കുന്ന ഒരാളാണല്ലേ വിനു? വെപ്പിക്കുന്ന ആളാണെന്ന് പറയാം. അതെ. അപ്പൊ ശീതളിന് താടി വെച്ചിട്ടാണ് വിനുവിന് ഇഷ്ടം. ഒരു എപ്പിസോഡ് കണ്ടപ്പോ താടി വടിച്ചു വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. വടിക്കാൻ പോകുമ്പോൾ ഇത് വടിച്ചിട്ട് ഈ രീതിയിലാണ് വരിക എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അതോ വെറുതെ സലൂണിൽ പോയി വെറുതെ മുടിയും ഇതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത് അവിടെ ചെന്നിട്ടാണോ മൊത്തം പഠിച്ചിട്ട് അവളെ ഒന്ന് കാണിക്കാം, അവളുടെ റിയാക്ഷൻ അറിയാന്ന് വിചാരിച്ചോ? അതിൽ ചെയ്തതിൽ കാണിച്ച റിയാക്ഷൻ അത് റിയൽ തന്നെയാണോ അതോ അതിക്കും മേലെയാണോ പ്രതീക്ഷിച്ചിരുന്നത്? അത്ര തന്നെയാണോ? അതോ ഇതൊക്കെ പറയണം. കാരണം ഈ സത്യം പറയാലോ, താടി പഠിച്ച് കണ്ട ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്തായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഉള്ളത് പറയാം, കമന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ. ഇഷ്ടപ്പെട്ടൊന്നും പറഞ്ഞില്ല, അത്രേ പറഞ്ഞോളൂ. അത് ആ മീശ ഇങ്ങനെ വന്നതുകൊണ്ട്. പക്ഷെ താടി ഉള്ളത് തന്നെയാണ് ലുക്ക്. സംഭവം വെച്ചാൽ ഞാൻ ഒരു ദിവസം രാവിലെ, അന്ന് ആക്ച്വലി ബ്ലോഗിന് പറഞ്ഞുണ്ട്, ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ പറയും ഈ ഇടതുവശം ചരിഞ്ഞിട്ട് നമുക്ക് വേറെന്തോ മോശം എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നി, ഉണർന്നു തോന്നി. എനിക്ക് ഇവിടെ ഐഡിയ തോന്നി താടി പഠിക്കുക എന്ന് തോന്നി. ഞാനൊരു 2 months തൊട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇല്ല, ഒരു 2 ദിവസം മുന്നേ ഞാൻ ഇക്കാര്യം പറഞ്ഞായിരുന്നു. ഒരു 2 months ബാക്കി ഞാൻ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ, താടി പഠിച്ചാന്ന്. ഇപ്പൊ കൊല്ലും ഞാനെന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്കൊക്കെ തമാശക്ക് ഞാൻ പറയും, ഷേപ്പ് ചെയ്യാൻ പോകുമ്പോഴേ ഞാൻ പറയും ഇത്ര എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ എടുക്കരുതിട്ടാ. എനിക്ക് ഇത്തിരി ഉള്ളു കുറഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചീത്ത പറയും. അത് സത്യം തന്നെയാ. എനിക്കത് കണ്ടപ്പോഴും മനുഷ്യന് വല്ല കാര്യം ഉണ്ടായിരുന്നു, ആ മുഖം ചുമരി വിട്ട് ഉരച്ചാലോ ഒന്ന് തോന്നിപ്പോയി. അതുപോലെയായിരുന്നു സത്യമായിട്ടും. അത് റിയൽ തന്നെയായിരുന്നു അല്ലേ? അല്ല, ക്യാമറ കണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ഡീസന്റ് ആയിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഇയാള് ഭയങ്കര പ്രശ്നം. ക്യാമറ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാള് ഇങ്ങനെ നോക്കിയിട്ട് വളരെ മാന്യമായിട്ട് പെരുമാറിയത്. അല്ല, വളരെ മാന്യമായിട്ട് പെരുമാറിയത്. വിദേശ അത്ര തന്നെ റിയാക്ഷൻ ഉണ്ടായിരുന്നു, അത് അതിൽ കുറവായിരുന്നു. ക്യാമറ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അതെ, കാരണം ഇയാൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ചില ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓർത്തിട്ട് പുള്ളിയൊരു ഓർത്തിരുന്ന് കാര്യം ഇങ്ങനെ ഓക്കെ താഴെ എന്റെ മുഖം ഓർക്കും, എന്നിട്ട് അയ്യോ കൊള്ളത്തില്ല, ഇവിടെ വേണ്ട ശരിയാകത്തുള്ള പ്രശ്നമൊക്കെ ഉണ്ട്, ഒരു വിഷമൊക്കെ വരും. അപ്പൊ ഒരു കരച്ചിൽ ഞാൻ പ്രതീക്ഷിച്ചു, പിന്നെ കുറെ അടി ഞാൻ പ്രതീക്ഷിച്ചു. അതിന് അടി കിട്ടിയില്ല എനിക്ക്. അതെ, ക്യാമറ അല്ല, അടി കിട്ടണത് ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു. മറ്റേ ഒരു കാര്യമില്ല, എന്റെ ബോട്ടിലിന്റെ ഉള്ളിൽ കൈയിട്ട് കുറച്ച് ബ്ലഡ് ആക്കി വന്ന് ഞാൻ പേടിച്ചു പോയില്ലേ. ആ സംഭവം മറ്റേ പ്രാങ്കല്ലേ, കൈ ബോട്ടിലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് അത്
അന്നറിയാം അത് ആക്ച്വലി അതിപ്പോ പറഞ്ഞാ എനിക്കറിയില്ല എങ്ങനെ. ഇപ്പൊ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരാള്, പുള്ളിക്കാരന് പെട്ടെന്ന് കൈ മുറിച്ച് വരുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആയി പോകും, നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. അന്നേരം ഓർക്കത്തില്ല നമ്മൾ പുള്ളി ഊരിന്ന് ഓർക്കത്തില്ല, നമ്മളിപ്പോ ബ്ലഡ് ആ ചിന്ത വന്നോണ്ടിരിക്കുന്നുള്ളൂ. അതാ സംഭവിച്ചത്. അപ്പം ഇതിന് മുന്നേ ആൾ എന്നെ പ്രാങ്ക് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇയാള് താഴെ വീണിട്ട് തല പൊട്ടി സംഭവമായിരുന്നു പ്രാങ്ക് ചെയ്തത്. അത് കുറെ വർഷം മുന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെ ബ്ലഡ് വരച്ചപ്പോ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് 2 വർഷം. ആ പ്രാങ്കിന് 2 വർഷം മുന്നേ ആളിനെ പ്രാങ്ക് ചെയ്തത്. ഞാൻ മറന്നുപോയി. ആ കാര്യം 2 വർഷമല്ലേ, മറന്നേ പോയി. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ ബ്ലഡ് വെച്ച് തന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചു കൊടുത്താണ് ഞാൻ. അതെങ്ങനെയുണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്. ഓക്കെ, നിങ്ങളുടെ ലവ് സ്റ്റോറി വിനു ആണോ ആദ്യം ശീതളിന്റെ അടുത്ത് പറഞ്ഞ, ശീതളാണോ ആദ്യം വിനുവിന്റെ അടുത്ത് പറഞ്ഞ? നിങ്ങൾ രണ്ടുമല്ല, വീട്ടുകാരാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കെട്ടി പൊക്കോട്ടെ വീട്ടുകാരാ? അങ്ങനല്ല, ഞങ്ങള് എനിക്ക് തന്നെ തമ്മിൽ വരുന്നു പറയാനായിട്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും ഒന്നുമില്ല ഗൈസ്, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. കുറെ നാളിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ എന്റെ വീട്ടുകാരെ ചോദിച്ചു, മീൻസ് പപ്പയമ്മേല റിലേറ്റീവ്സ് ചോദിച്ചു. നിങ്ങൾ അടുത്തടുത്ത് തന്നെയായിരുന്നോ? അല്ല, അതെ അടുത്തടുത്ത്, ജസ്റ്റ് ഒരു 20 കിലോമീറ്റർ അടുത്തടുത്തായിരുന്നു. പക്ഷെ ഇദ്ദേഹം മിക്കവാറും വീട്ടിൽ വരും, ഫുഡ് കഴിക്കാൻ തിന്നാൻ വരും. പിന്നെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. രാവിലെ തിന്നാൻ വരും, വണ്ടി ഓടിച്ചു. നിങ്ങൾ അറിയുന്നവരായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ 8 വർഷമാണ്. 2025 ആയല്ലേ? 8 വർഷമായി. മറന്നു. അപ്പൊ ഞാൻ ഒന്നും പറയുന്നത് കാരണം ആനിവേഴ്സറി എപ്പോഴാണെന്ന് വെച്ച് ഞാൻ പൂരം തൃക്കാർത്തിക എന്നൊക്കെ എണ്ണീട്ട് ഞാൻ പറയേണ്ടി വരുമല്ലോ. ഒക്കെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ശീതളിന് വിനു എന്ത് ഗിഫ്റ്റാ കൊടുത്തത് ഫസ്റ്റ്? അതായത് ചിലപ്പോ ശീതള് ചേട്ടാ എനിക്കത് മേടിച്ചു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കാണ്ട്, ചേട്ടല്ല വിനു, അല്ല ശീതള് വിനു തന്നെ വിളിക്കാം. അപ്പൊ എന്താ പറയാ, അവള് ചോദിക്കാതെ മേടിച്ചു കൊടുത്ത, പറയാതെ സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഫസ്റ്റ് ആനിവേഴ്സറി എന്തുവായിരുന്നു? ഫോട്ടോ ആലോചിക്കോട്ടോ. ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഫോട്ടോ ഏതായിരുന്നു? അത് പച്ച ഉടുപ്പൊക്കെ ഇട്ടല്ലേ ബീച്ചിൽ പോയത്, അതല്ല ഫസ്റ്റ് ആനിവേഴ്സറി നമ്മള്. അതിന് ഞാൻ കൊടുത്തത് എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ട്. ഒരു വലിയൊരു ഹെഡ്സെറ്റിന്റെ സാധനം, റെഡി ആയിട്ടുള്ള സാധനങ്ങൾ അല്ല ഇയാളെ എനിക്ക് ഗിഫ്റ്റ് ഓർമ്മയുണ്ട്. ഒരു ഹെഡ്സെറ്റ്, ഒരു വാച്ച് എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും. ഇയാൾക്ക് ഇതൊന്നും സ്വർണ്ണമാണെന്ന് തോന്നിയെന്നത്. കമ്മലാണോ കമ്മല്? ഇപ്പൊ ഞാനായിട്ടല്ല ഇത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ റെഡി ആയാ പിന്നെ എന്നെ പറയരുത്. അല്ല ഞാൻ കൊടുത്ത എനിക്ക് കിട്ടിയ ചോദിക്കാറുണ്ട് ഞാൻ, അല്ലാണ്ട് ഞാൻ കൊടുത്ത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികില്ല. ഗിഫ്റ്റ് ഒക്കെ തരാറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, ആരാ നന്നായി കുക്ക് ചെയ്യാ? ആണല്ലേ, ചുമ്മാ വെറുതെ. ഞാൻ ആഫ്റ്റർ ഡെലിവറി ഷുഗർ കട്ട് ചെയ്യുക. വിനോനോട് പറഞ്ഞു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഷുഗർ കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ വണ്ണം വെക്കും. അപ്പൊ ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്ന ചിന്തിക്കാൻ പറ്റത്തില്ല, നീ എന്ത് പറയുന്നത്, എങ്ങനെ കുടിക്കുന്നത്? ഞാൻ ആദ്യം കുടിച്ചപ്പോ ഇതുവരെ കാടിയുള്ളൂ. അപ്പൊ ഇവനെ എനിക്ക് ആഡഡ് ഷുഗർ ഇല്ലാതെ ഹണി ഇട്ട് അല്ലെങ്കിൽ മസാല എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ചെയ്യാൻ ഇത് കൊള്ളാലോ ഷുഗർ. ഇപ്പൊ ഞാൻ ഷുഗർ കട്ട് ചെയ്യുക. ഷുഗർ ഇല്ലാണ്ട് അത് നമ്മുടെ ഇവിടുത്തെ കട കിട്ടുന്ന ഹണിയല്ല, അത് പിന്നെ പഞ്ചാര പൊടിച്ചുണ്ടാകുന്നത്, കാട്ടുതേൻ കിട്ടത്തില്ല നമുക്ക്. അത് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ അരിമണിയുടെയാണ്. ചുഞ്ചിരി അവിടെ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഓടി അടി കളിച്ചാണ്. അതെ അതെ. അപ്പൊ അരിമണിയുടെ 9th മന്തിന്റെ ആണെന്ന് തോന്നുന്നു ഫോട്ടോഷൂട്ട് കണ്ടായിരുന്നു. നമ്മൾ ഈ ബേബീസിനെ വെച്ചൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും പാടാണ്. അവരുടെ ഒരു മൂഡും അവരുടെ നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ അവരുടെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും നമ്മൾ അവരെ ഒരുക്കിയിട്ടാണെങ്കിലും മാറി മാറി റിസൾട്ടാണ്. അപ്പം നിങ്ങളത് എഫേർട്ടിനുള്ള റിസൾട്ട് ഉണ്ടാവും, എങ്കിലും നല്ല കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എത്ര ഒരു എഫേർട്ട് അതിന്റെ പുറകിൽ എടുത്തിട്ടുണ്ട്? 8th month വരെ വളരെ എളുപ്പമായിരുന്നു. അല്ല 8th month വരെ പുള്ളിക്കാരൻ കമന്നൊക്കെ വീഴും, അല്ലെങ്കിൽ മറ്റേ നീന്തി പോത്തില്ലേ, നെഞ്ചു ചെയ്യാൻ നീന്തി പോത്തില്ലേ, അതൊക്കെ ഉള്ളെങ്കിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക്. ഇങ്ങനെ ഇപ്പൊ പുള്ളിക്കാരൻ മുട്ട കഴിഞ്ഞ് പോവാ. ഇവിടെ ഇവിടെ പുള്ളിക്കാരൻ എടോ അതെ തിരിഞ്ഞപ്പോ പുള്ളിക്കാരൻ ആളെ കാണുന്നില്ല. പിന്നെ തപ്പ നമ്മള് പിന്നെ ഈ പറഞ്ഞ എല്ലാത്തിനും പിടിച്ചു വലിച്ച് കയറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിടത്തിയിട്ട് കിടക്കുന്നില്ലായിരുന്നു. ഇവൻ തിരിഞ്ഞും മറിഞ്ഞും നേരത്തെ തിരിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു നമുക്ക്. ഈ മാസത്തെ തൊട്ട് ഞങ്ങൾക്ക് നല്ല ഇവ കിടക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്തത് ഈ പ്രാവശ്യത്തെ ഫോട്ടോഷൂട്ടിലായിരുന്നു. മാത്രമല്ല പോപ്കോൺ തീമാ വെച്ചത്, കുഞ്ഞു സാധനമാണ്, കിട്ടുമ്പോ തന്നെ എടുത്ത് വായിലിട്ട്. പിന്നെ നമ്മളിടുന്ന എഫേർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു റീൽസും കൂടെ ആക്കി ഇടുന്നത്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ മേ ബി ഒരു 15 minute ലെങ്തി ക്ലിപ്പ് ആയിരിക്കും, നിങ്ങൾ കാണുമ്പോൾ അതൊരു 1.5 minute സാധനമായിരിക്കും. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം, കാരണം ഒരുപാട് നെഗറ്റീവ്സ് വാരി വെതറാൻ ആൾക്കാർ അതിന് വേണ്ടി ഇരിക്കുന്നുണ്ടാവും ഡിഗ്രിക്ക് എടുത്തിട്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്കും നെഗറ്റീവ്സ് വരുന്നുണ്ടാവും.
അപ്പൊ അങ്ങനെ നെഗറ്റീവ്സ് വരികയാണ്. നിങ്ങൾക്ക് ഏറ്റവും അധികം വരുന്ന നെഗറ്റീവ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ നെഗറ്റീവ്സിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് രണ്ടാളും നോക്കി കാണുന്നത്? നെഗറ്റീവ് വരുന്നത് ഞങ്ങൾ കൂടുതൽ റിമൂവ് ചെയ്യാറാണ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പിന്നെ ഒരു തവണ ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്ത വീഡിയോ ഇട്ടത് 5-ാം മാസം കഴിഞ്ഞിട്ടാണ്. കാരണം അനോമലി സ്കാനും കൂടെ കഴിഞ്ഞ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ കൺഫേം ചെയ്തിട്ട് പുറത്ത് എഴുതിയിട്ടല്ലേ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്തത് ഞാൻ പ്രഗ്നൻസി സ്ട്രിപ്പിൽ ഓക്കെ കൺഫേം ആണെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഷൂട്ട് ചെയ്തു. പക്ഷെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്തത് എനിക്ക് 5 മാസം കഴിഞ്ഞപ്പോഴാണ്. കാരണം അനോമലി സ്കാനും കൂടെ കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണ്, കൺഫേം ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ഇനിയിപ്പോ ഇട്ട് കഴിഞ്ഞിട്ട് മീൻസ് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഇതാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 5 മാസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. നമ്മൾ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഇടുന്നത്. ലോങ് വീഡിയോ ഇടുന്നത് പോരാതെ നമ്മൾ ഷോർട്സും ഇടുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ഈ അറ്റവും മൂലം മാത്രം കണ്ടിട്ട് വന്നിട്ട് 5-ാം മാസം ആയപ്പോഴാണോ ഭർത്താവിനോട് പറയുന്നേ പ്രഗ്നന്റ് ഇവര് അങ്ങനെ. എനിക്കറിയാൻ പാടില്ല അത് എന്ത് ഉദ്ദേശിച്ചാന്ന്. ഞാനും എന്റെ വൈഫും ഒരു വീട്ടില് ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്. 5-ാം മാസമാണോ ഭർത്താവിനോട് പറയുന്നത്? എന്ത് ഭാര്യയാണ്. അപ്പൊ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പ്രഗ്നൻസി ടൈമിൽ. എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഡ്രൈവിംഗ് കാർ ഓടിക്കാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ എനിക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടി ഞാനും എന്റെ പപ്പയ്ക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടി പിന്നെ ഒരു സെന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്ത് തന്നു. അത് അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുക. എന്നാലും അത് എനിക്ക് ഓടിക്കാൻ പേടിയാ, എവിടെയെങ്കിലും ഇടിച്ചാലോ എന്ന് ഓർത്ത് എടുക്കത്തേ ഇല്ലായിരുന്നു. പക്ഷെ പ്രഗ്നന്റ് ആയ ഒരു 4-ാം മാസം കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വണ്ടി ഓടിക്കണം ഭയങ്കര ധൈര്യമായിരുന്നു. ചെറുക്കും വയറ്റി കയറിയ ഒട്ടുക്കത്തെ ധൈര്യം. എന്നിട്ട് പുതിയ കാർ എടുത്തു തന്നു എനിക്ക്, ഓട്ടോമാറ്റിക്. പുതിയ കാർ കൊണ്ടങ്ങ് പോവുക. അപ്പൊ എനിക്ക് പേടിയില്ല, ഇത് ഇടിക്കില്ല, എന്ത് പറ്റിയെന്നറിയില്ല, ധൈര്യമായിരുന്നു. എനിക്ക് ദൈവം സഹായിച്ച് വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഡാൻസ് കളി, ട്രിപ്പ്, അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടപ്പോൾ ഞാൻ ഡാൻസ് റീൽസ് ചെയ്യുന്നു. പണ്ട് ഞാൻ ഡാൻസ് ചെയ്യും റീൽസ്, ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യുന്നു. അല്ലാതെ ഗർഭിണി ആയതിനു ശേഷം ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയ ആളല്ല, നേരത്തെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് എല്ലാ മന്തും നമുക്ക് സ്കാനിങ് ഉണ്ട്, വീടിന്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റല്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഓക്കെയാണ്, നമ്മൾ ആക്റ്റീവ് ആയിട്ടിരുന്ന അത്രയും കുറച്ച് നമുക്ക് പെയിൻ ഒക്കെ വരത്തുള്ളൂ. അങ്ങനത്തെ ഇതിൽ എക്സസൈസ് ചെയ്യുന്ന പോലെ ഡാൻസ് ഒക്കെ ചെയ്യും, ഹാപ്പി ആവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചില ആൾക്കാരുടെ കൺസെപ്റ്റ് ഗർഭിണി ആയാൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഈ തുണിയൊക്കെ അടക്കി ഒതുക്കി വെക്കത്തില്ല അലമാരിക്കകത്ത്, അതുപോലെ ഇരിക്കണം. ചില ആളുകൾക്ക് ഹെൽത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും, അവർ ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം. അപ്പോൾ ഒരാൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്നു എന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഗർഭിണിയായിട്ട് തുള്ളുന്നു, നീ എന്തിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം രണ്ടുപേരെ ഹെൽത്ത് കണ്ടീഷനും ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ എന്റെ ഭാര്യ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു പ്രഗ്നന്റ് ആവുമ്പോൾ, നീ എന്തുവാ തുള്ളുന്നേ, അതെന്നോട് ചോദിക്കാൻ പാടില്ല. ഞാൻ ഓക്കെയാണ്, എനിക്ക് തുള്ളാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കണം. അപ്പൊ കുറെ പേര് ഈ പെണ്ണ് പ്രഗ്നന്റ് അല്ല, ഈ പെണ്ണ് വെറുതെ കിടന്ന് തുള്ളുക റീച്ചിന് വേണ്ടിയാ. ഒരമ്മച്ചി വന്നിട്ട് ഇതെന്തുവാ ഇങ്ങനെ തുള്ളുന്നേ പ്രഗ്നന്റ് ആയിട്ട്, വെച്ച് കെട്ടാണോ? അപ്പൊ ഞാൻ ഇപ്പൊ പൊക്കി കാണിക്കണോ, ഇനി എന്തു പറയണ്ടേ ഇവര്? അങ്ങനെ കമന്റ്. വേറൊരു വല്യമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് കമന്റ് ഇടുവാണ്, എന്തുവാ ഭർത്താവിന് ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലേ. വിനുവിന് എപ്പോഴും അവൻ എന്നോട് സ്നേഹമാണ്, പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ സ്നേഹം കൂടുതലായിരുന്നു. ഭർത്താവിന് ഭയങ്കര സ്നേഹമാണല്ലേ, ഇപ്പഴേ ഉണ്ടാവുള്ളൂ കേട്ടോ, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ പോകുന്നു. നല്ല അമ്മച്ചി എന്തോ ഇത് ഇപ്പൊ നേരിട്ട് എന്നോട് ഒരാൾ പറയുന്നൊന്നും ആലോചിക്കേ. നമുക്ക് ശരിക്കും പറഞ്ഞ ഈ കമന്റ് നമ്മുടെ മുഖത്തോക്കി പറയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കമന്റ്സ് വന്നപ്പോഴത്തേനും അതെല്ലാം കൂട്ടി വെച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്തു. ആ ഒറ്റ തവണ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെറിയ കമന്റ്, ബോറ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു 100 കമന്റ് വന്ന ഒരു 5 കമന്റ് മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. ബോറ് അല്ലെങ്കിൽ ചളി, അല്ലാണ്ട് പറയത്തക്ക കമന്റ് ഒന്നും വന്നിട്ടില്ല. 100 കമന്റ് വന്നാൽ അതില് 95 നല്ലതാണെങ്കിൽ ഞങ്ങൾ അതേ നോക്കത്തുള്ളൂ. ഈ 5 പുറകെ പോകാൻ കാര്യമില്ലല്ലോ. സോ ഞങ്ങൾ അത് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കിട്ടു. ഇനി നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ, ഒന്ന് ഉഷാറാവല്ലേ? നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ, ഫൺ ഗെയിം. ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കും, ഓക്കെ? അപ്പൊ അത് നോക്കിയിട്ട് അതേത് ആ പിക്ചർ വായിക്കുമ്പോ നിങ്ങൾക്ക് അതില് സിനിമയുടെ പേര് ഒളിഞ്ഞു കിടപ്പുണ്ട്. സിമ്പിൾ ആണ്, ഫ്രഷ് അല്ലേ, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇറങ്ങണത്. ആ പേര് കാണുന്നവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഫ്രഷ് സാറെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഇത് കാണിച്ചു കൊടുക്കാട്ടാ. അപ്പൊ നോക്കിയേ, കിളിച്ചുണ്ടൻ മാമ്പഴം, കിളി ചുണ്ട് പിന്നെ മാമ്പഴം, ഒരു മുകളിൽ എന്നുണ്ട്. ഭയങ്കര തന്നെ. രണ്ടാളൊപ്പം പറഞ്ഞ ശരിയാവൂ? ആദ്യം പറഞ്ഞത് ഒപ്പം പറഞ്ഞില്ലല്ലോ. എന്നാ ഇത് പറഞ്ഞ ഒരു കാര്യം ചെയ്യ, ശീതള് പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ വാസി കൊതുകുത്താൻ ഓടിക്കുന്ന ഒരു ചേച്ചിയെ കൊതുകുത്താൻ ഓടിക്കുന്നു. എന്തത് 2 ഓടി കുഞ്ഞ് എനിക്ക് കിട്ടി. പറടാ ആദ്യം ശീതള് എന്നിട്ട് പാസ് ചെയ്യാൻ. കൊച്ചു പറ. മലയാളം ചിന്തിക്കല്ലേ, മലയാളം അല്ലേ? റൺ ബേബി റൺ. എന്തത്
ഉപ്പ് അതെന്തോടെ കുട്ടിച്ചാത്തൻ ഉറുമ്പ്. ഉറുമ്പ് കുരുമുളക്. ഉപ്പ് ഉറുമ്പ് കുരുമുളക്. ശീതൾ പറയ്. എടാ വീണ്ടും ഇംഗ്ലീഷ് ആലോചിക്കടാ. സോൾട്ട് ആൻഡ് പെപ്പർ. പുലിവാൽ കല്യാണം. അപ്പൊ നമ്മൾ ഇത്ര നേരം നമ്മളെ ശീതളിന്റെയും വിനുവിന്റെ ഒപ്പം കുറേ സമയം നല്ല നല്ല മൊമെന്റ്സ് പങ്കിട്ടു. ഇനിയിപ്പോ പുതിയൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. പോയാലോ? എന്നോടാണ് ഇരിക്കുന്നത്. ഇത് പണി വിനുവിന്. കമാൺ, സ്പെഷ്യൽ ആണ്. അപ്പൊ നമ്മളുടെ വിനു നമ്മൾക്ക് വിഷു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി തരാണ് അല്ലെ. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശീതളും ഞാനും. അതെ അതെ, ഉണ്ടായത് കേട്ടോ. സ്റ്റാർട്ട്. വേഗം എടുത്തോണം, ഇല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞൊക്കെ പോയിരിക്കും നിങ്ങള്. ഇനി മുന്നേ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ പക്ഷെ ഇത്ര വലിയ ഉണ്ടാവലും ഉണ്ടാക്കിയിട്ടില്ലേ. എനിക്ക് കഴിക്കാനും മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ പാത്രത്തിലല്ലേ. എനിക്ക് പേടി എത്തി നട്ടില കയറ്റാനായിട്ട്. വ്യക്തമായി പറഞ്ഞു. അങ്ങനല്ല, കൈയും കലൊക്കെ പൊളിച്ചിട്ട് വരുകൊണ്ട് പറഞ്ഞ. പക്ഷെ ഇയാള് സദ്യ ഒക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിട്ട്. ഞാൻ പറയാട്ടോ, എനിക്ക് കൊതി ഉണ്ടോ എന്ന് പറഞ്ഞ് കേറി എല്ലാം വെച്ച് ഉള്ളത് പറയാം. നല്ല കൈപ്പുണ്യം കേട്ടോ. എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് അടിപൊളി, നല്ല സൂപ്പർ ആയിരിക്കും. ഞാൻ ഒക്കേഷണലി വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ ആയിട്ട് വർഷത്തിലൊരിക്കൽ ആഘോഷമായിട്ട് മതി. ഈ മുന്തിരിങ്ങ അറിയാൻ പകരം ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഉണ്ടോ? വെറുതെ തന്നെ എനിക്ക് ഇഷ്ടം. അപ്പൊ കിസ്മിസ് ഇട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഇടാനാ. അതൊന്ന് കരിയണം, അല്ല മുരിയണം. ചൂടായിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചു. ഇപ്പൊ നമ്മളുടെ അരിമണി ഇവിടെ ഇല്ല, എന്നാൽ അരിമണി നമുക്ക് ഇതിന്ന് മാറ്റാൻ പറ്റില്ല. അരിമണി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുമ്പോ അപ്പയും അമ്മയൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടിട്ടാ വരുന്നത്. അപ്പൊ അവൻ കുറച്ചും കൂടി ആവുമ്പോ ഈ ഇതിലേക്ക് അവനും ഇതുപോലെ വീഡിയോസ് എടുക്കാനും ഡാൻസും ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. പിന്നെ അവനെന്താണ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ അവൻ ഇതൊന്നും ഇഷ്ടമല്ല, പിന്നെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിലോട്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലിനെ ഒന്നും അധികം വീഡിയോസിൽ കണ്ടിട്ടില്ല രണ്ടുപേരുടെയും. അപ്പൊ അത് അവർക്ക് വീഡിയോസിൽ വരാൻ ഇഷ്ടമില്ലായിട്ടാണോ അതോ? ഞങ്ങളുടെ ആക്ച്വലി ഒരിക്കലും ഫാമിലി വ്ളോഗിങ് അല്ല, ഞങ്ങൾ രണ്ടും മാത്രം വ്ളോഗ് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒക്കേഷൻ ഫാമിലി കാണിക്കും, അല്ലാണ്ടൊന്നുമില്ല. ഇങ്ങനെ പിന്നെ വന്നു പറഞ്ഞൊക്കെ അവരെ ബാക്ക് സപ്പോർട്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ വിനുവിന്റെയും ശീതളിന്റെയും ഫാമിലിനെ ഒന്ന് പരിചയപ്പെട്ടു. ആരൊക്കെയുണ്ട് വിനുവിന്റെ വീട്ടില്? അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ അമ്മച്ചി. ഇത്രേ ഉള്ളൂ. ഒരു മോനാണല്ലേ? ഒറ്റ മോനാണ്. ഒറ്റ മോൻ. അതിന് ശീതളിന്റെ എന്റെ വീട്ടിൽ ഇപ്പൊ കറന്റ് 7 പേരുണ്ട്. പപ്പ, അമ്മ, വിരുക്കുട്ട, ഞാൻ, ഞങ്ങളുടെ അരിമണി, ഞങ്ങളുടെ 2 പപ്പീസ് കിപ്പി, നിമോ. 7 പേര്. നിങ്ങൾ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് എല്ലാവരും? നല്ല നല്ല വീഡിയോസ് ട്രെൻഡിങ് ഡാൻസ് ഒക്കെ ചെയ്യാറില്ലേ? അപ്പൊ അതാണ്ടോ? അതെ, ട്രെൻഡ് കഴിയുമ്പോ ചെയ്യാറുണ്ട്. ട്രെൻഡിന്റെ സമയത്ത് എല്ലാരും ചെയ്യും. ഇപ്പൊ നമ്മള് ഒരു ട്രെൻഡ് കണ്ടു, ഒരാള് ചെയ്തു, ഓക്കെ അടുത്തതാ പാട്ട്, അടുത്തതാ പാട്ട്, അടുത്തതാ പാട്ട്, എല്ലാം കഴിഞ്ഞ് നടയുമ്പോ ചെയ്യാം. ട്രെൻഡൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോ എന്റെ പോലെ സെയിം പിച്ച് എല്ലാം കഴിയുമ്പോ വരിക. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കും, ഇതാരെല്ലാം എല്ലാം കഴിഞ്ഞപ്പോ വന്നീന്നല്ലേ? അതാണ് ഞാൻ സിൻസിയർ ആയിട്ടാ പറഞ്ഞ. വിശ്വസിക്കുന്നു സത്യമായിട്ടും. ഇത് ഉണ്ടാക്കണ്ടോണ്ട് ഞാൻ ഫോക്കസ് ഇങ്ങോട്ട് തന്നെ കൂടുതൽ. ഇനിയിപ്പോ പുതിയ പുതിയ ഐഡിയാസ് ഇപ്പൊ നമ്മള് ഈ ഓൺലൈനിലൊക്കെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളവര് പുതിയ പുതിയ ഓൺലൈൻ ബിസിനസ്സുകള് അല്ലെങ്കിൽ ഷോപ്പ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതില് ഷോർട്ട് ഫിലിംസ്, പിന്നെ ആൽബംസ്, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഫീച്ചറിൽ പ്ലാൻ? ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടല്ലോ, ശീതൾ വിനു പ്രൊഡക്ഷൻസ്. അതെ, കമ്പനിയാണത്. അതെ, ഞങ്ങളുടെ കമ്പനിയാണത്. അതിൽ ഞങ്ങള് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ തല, ഞങ്ങളുടെ ഫുൾ ഫിഗർ. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഗാർമെന്റ്സിന്റെ ബിസിനസ് ഉണ്ട്. ജിനുവാണ് അത് ചെയ്യുന്നത്. അതിന്റെ മാർക്കറ്റിംഗ് ഞാനാണ് ചെയ്യുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യും. നമ്മളെ കിസ്മിസും നട്ട്സ് ഒക്കെ വറുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പാല് തളിച്ചിട്ട് അതിന്റെ കൂട്ട് മിക്സ്ഡ് ഇടാണ്. നമുക്ക് ഇനി 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കണോ? നമുക്ക് കുറച്ച് കഥ പറയാം. ഇപ്പൊ മനസ്സിലായോ നേരത്തെ എന്നോട് ഇളക്കല്ലേ? അപ്പൊ നമ്മളൊരു പുതിയൊരു ഗെയിമിലേക്ക് പോവാട്ടാ. ഫ്രഷ് പിന്നെയും പുതിയത് കൊണ്ടുവച്ചിട്ട് എന്നാ താൻ കേസ് കൊടു. എന്നാ താൻ കേസ് കൊടു. അതാ ആക്ഷൻ. എന്നാ താൻ കൊണ്ട് കേസ് വെച്ചു കൊടുക്കടാ. വേണ്ട വേണ്ട വേണ്ട, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിനക്ക് കേക്കാൻ പറ്റണ്ടോ? അടുത്തത് 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 വെച്ചു കൊടുക്ക്. മനസ്സിലാവും. പാമ്പഡോസ നമ്മുടെ വീടല്ല.
പത്രോസിന്റെ പടവുകൾ. പണമങ്ങളാ? കറക്റ്റ്. പണങ്ങൾ. പടവുകൾ. ഇവനി പടമുകൾ. ഇവനി പടമുകൾ. പടവുകൾ. പടവുകൾ. ആ അത് തന്നെ. സ്ഥലപ്പേര് പറഞ്ഞിട്ട് കളിക്കാതെ വിചാരിച്ചേ പടമുകളൊക്കെ പറഞ്ഞിട്ട്. ഇനി ശീതള് കേട്ടാ. ശീതള് വെച്ചോ. ഹെഡ്സെറ്റ് ശീതള് വെച്ചോ. പണ്ട് എന്നാ അപ്പൊ ഇനി ശീതള്. എനിക്കാണോ? ശബ്ദം കൊടുക്കണ്ട. ഇപ്പൊ കൊടുത്താ പെടായിട്ട് പറഞ്ഞു. ഇത് ഡയലോഗ് അല്ലേ? അങ്ങനെ പറയല്ലേ വെച്ചിട്ടുണ്ട്. ഇത് സിനിമ പേര് എനിക്ക്. അഹങ്കാരത്തിന്. അഹങ്കാരം. അഹങ്കാരത്തിന്. അഹങ്കാരത്തിന്. ആ കയ്യും കാലും വെക്കുക. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക. എന്നിട്ട് അതൊക്കെ പറയാൻ പറയുന്നത്. പെണ്ണെന്ന പേരും. ഒന്നുകൂടെ പറ. പെണ്ണെന്ന പേരും. പെണ്ണെന്ന പേര്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക. എന്നിട്ട് പെണ്ണെന്ന പേര്. പേരും. പെണ്ണും. പെണ്ണെന്ന പേരും. പെണ്ണെന്ന പേരും. ഉപ്പൻ. 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 ഉപ്പൻ ചന്തക്ക് പോയി. ചക്കയ്ക്ക് ഉപ്പുണ്ടോ? അതേത് ഡയലോഗ്? കൂവച്ച ഡയലോഗ്. നിർത്തി പറ. കൂപ്പ് കൈ. ഞാൻ തൊഴുത്തുണ്ട്. അതേത് ഡയലോഗ്? അതെന്തുവാ? അതെന്താണോ? ടെലിസ്കോപ്പാ? ബൈനോക്കുലറാ? ടിവിയിലോ? സിനിമയാണോ? കുമ്പളങ്ങി നൈറ്റ്സ്. കണ്ട, അങ്ങനെ പറഞ്ഞാൽ കിട്ടും പെട്ടത്. അപ്പൊ ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളുടെ പായസം റെഡിയാണ് കേട്ടാ. ഒന്നും വേണ്ട, 2 മതി. അപ്പൊ നമ്മളുടെ വീന് സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണ എങ്ങനെ പറഞ്ഞു? അത് സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മണം അടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. മണം അടിച്ചാ മതി. അച്ചോട്ടന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വാദ് അറിയാം. അച്ചോട്ടന്റെ മണം അടിച്ചാൽ ഈശ്വര, ആ സാമ്പാറിന്റെ മണം എന്ന് പറ പോയി ചീറ്റി. അപ്പൊ എന്തായാലും നമ്മള് ഇനി പറഞ്ഞപ്പോ തന്നെ എങ്ങനെയാ ചെയ്തത് ഭയങ്കര സന്തോഷം. വിഷുവായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെ വ്യൂസിനോട് നിങ്ങൾക്ക് എന്താ പറയാ? പറയാനുള്ളത് ഹാപ്പി വിഷു. പിന്നൊന്ന് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇത്രയും പണിയൊന്നുമില്ലേ? ആ ഹെഡ്സെറ്റ് തരാവോ? മുടി ബാക്ക് വെച്ച് അമർത്തണം അല്ലേ? ഓക്കെ. I am a Barbie girl in the Barbie world. I am a Barbie girl in the Barbie. കൺമണി അൻപോട്. അതാ സൂപ്പറാ പറഞ്ഞേ. അത് തന്നെ. അതാണോ? കൺമണി അൻപോട് അതാണോ? അല്ല, അറിയാത്ത വരിയൊക്കെ വീഴുകയും കുഴപ്പമില്ല, പാട്ട് തെറ്റാണല്ലോ. പറഞ്ഞ ഐ എം എ ബാർബി ഗേൾ ഇൻ ദ ബാർബി വേൾഡ്. ഓക്കേ. ആക്ടറെ കാട്ടി തരുമോ? ആക്ടറിന് ആരെങ്കിലും ബാബിയുടെ ആ ഫിലിമിൽ അഭിനയിച്ച ആക്ടർ പാട്ടില്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അറിയാ? അപ്പു കുട്ട. 2 hours later. നമുക്ക് എന്നാ ഇവിടെ ഇരിക്കാം ഇങ്ങനെ. മൊട്ട കട്ട് ചെയ്തു. പോകാടാ. മൊട്ട കട്ട് ചെയ്താ? ഇപ്പൊ പോയാ ലാസ്റ്റ് ഒരു ഫാസ്റ്റ് ഉണ്ട്, പിടിച്ച് മൊട്ട കട്ട് ചെയ്തു. മൊട്ട കട്ട് ചെയ്തില്ല. മൊട്ട തല. എന്തുവാ? തല, ഹെഡ്, തലച്ചോറ്, ബ്രെയിൻ, മുടി. മാറ്റിക്കോ. മൊട്ട. ഇതെന്തുവാ? തല. മൊട്ടത്തല എന്ന് കേട്ടിട്ടുണ്ടോ? മൊട്ടത്തല. മൊട്ടത്തല ഉള്ള ഒരാളാണ് അതിനകത്ത് അഭിനയിച്ചതെന്ന് പറയാൻ വന്നത്. ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് പറഞ്ഞ മലയാളം മതി. I'm a Barbie girl. ഇത് ലോകത്തെല്ലാവർക്കും അതുകൊണ്ടാ പറഞ്ഞു തന്നത്. അപ്പൊ ഇങ്ങനെ കാണിച്ചൂടെ? ഇങ്ങനെ എന്തായാലും തെറ്റിച്ചു. പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് വേണം. ഞാനൊരു ഡയലോഗ് പറയാം. ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാനാണ്. അപ്പൊ എന്തായാലും തോറ്റ സ്ഥിതിക്ക് നമുക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. ടങ് ട്വിസ്റ്റർ ആണ്. ഞാൻ പറയൂ? ഞാൻ പറഞ്ഞ തെറ്റിപ്പോ. മഹാരാജൻ
അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്തിൽ മയൂഖത്തോടൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. ഇപ്പൊ ഉണ്ടാക്കിയതാണോ? പറ, അത് പഴയ മഹാരാജൻ പെട്ടെന്ന് പറയണം. ഒന്നുകൂടി പറഞ്ഞ മഹാരാജൻ അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്തിൽ മയൂഖത്തോടൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. മഹാരാജൻ അങ്ങയുടെ മഹാറാണി മൈതാനത്തിൽ മയൂര നൃത്തം ചവിട്ടുന്നു. ആരോടൊപ്പം? ഒറ്റയ്ക്ക് നൃത്തം. മയിലിനൊപ്പം. A few moments later. മഹാരാജൻ അങ്ങയുടെ മഹാറാണി മൈഥിലി ഒരു മിനിറ്റ് ഞാൻ പറയും. മഹാരാജൻ അങ്ങയുടെ മഹാറാണി മൈഥിലി മൈതാനത്തിൽ മയൂരത്തിനൊപ്പം മയൂര നൃത്തം ചവിട്ടുന്നു. അപ്പൊ എന്തായാലും പായസം രസമായിട്ടുണ്ട്. ആദ്യം ഞങ്ങളെ വിളിച്ചു വരുത്തുന്ന ആൾക്കാർ തന്നെ കഴിക്കുക. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും. അത് ശരി. തൊട്ടടുത്ത് 5 കിലോമീറ്ററിനുള്ള ആശുപത്രിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? കഴിച്ചോ. അപ്പൊ ഞാൻ കഴിച്ചോക്കട്ടെ. അപ്പോ നമ്മളെ മാറ്റ്നി വ്യൂസിന് വേണ്ടി നമ്മളുടെ ശീതളും വിനു ഉണ്ടാക്കി തന്ന ഈ വിഷു സ്പെഷ്യൽ പായസം ഞാൻ ടേസ്റ്റ് ചെയ്യാണ് കേട്ടാ. കൊള്ളത്തില്ലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞു വെറുതെ. ഞാൻ സത്യം മാത്രം പറയുന്ന ആൾക്കാരാണ് എന്റെ വ്യൂസിനാണ്. അപ്പൊ മോൻ കണ്ടാ അറിയാം നല്ല പോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, നല്ല മധുരമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഒന്നാമത് തന്നെ നിങ്ങള് അത്രയും നല്ലൊരു പായസം ഉണ്ടാക്കിയിട്ട് താങ്ക് യു. പിന്നെ മാത്രമല്ല ഇവര് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കപ്പളും കൂടിയാണ്. അപ്പൊ ഇതിൽ കുറച്ച് സ്വീറ്റ് കൂടും. ഷുഗർ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വിഷു സ്പെഷ്യൽ ഇന്റർവ്യൂ? സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എൻജോയ് ചെയ്തു? അത്രയും നമ്മൾ ഞങ്ങൾ എൻജോയ് ചെയ്തു. നമുക്ക് അത്രയും കിട്ടിയപ്പോൾ ഇത്രയും കിളി പോയ ഇന്നസെന്റ് ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഒന്നും അറിഞ്ഞൂടാ ഏത് ഭാഷ ഇത്, മലയാളമല്ല, എല്ലാം പറഞ്ഞു. കന്നഡ തെലുങ്ക് വരെയൊക്കെ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇംഗ്ലീഷ് അല്ല അപ്പോഴും പറയത്തില്ല. ഞാൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേ ഞാൻ വേറെ ഈശ്വരി ഇവര് ഇംഗ്ലീഷിന്റെ വലിയ ആൽബങ്ങളൊക്കെ ആവും പറയണേ. വല്ല എനിക്ക് മുട്ട പൊട്ടി ചോദിച്ചത് ഇംഗ്ലീഷിലുള്ള വരിയാണ് ഞാൻ ആലോചിക്കണേ. അപ്പൊ എന്തായാലും നിങ്ങളും നല്ല രസമായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അതിന്റെ ഒരു രസം. അപ്പൊ നിങ്ങളും ഭയങ്കര കംഫർട്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇപ്പൊ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയും മേലെ പോകണം. ഇനിയും വലിയ ഉയരങ്ങളിലെത്തുമ്പോൾ ആ പൊന്നുവിന് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം. ഇല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് ആരെ പൊന്നൂന്നൊക്കെ അല്ലല്ല അവൾക്കറിയാം. അപ്പൊ നമ്മളെ മാറ്റ്നി പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു വിഷു ആശംസകൾ. മാറ്റിനി പ്രേക്ഷകരെയും ബാക്കി പറഞ്ഞ ഞങ്ങളുടെ പേരിലും നാടകം ആരംഭിക്കട്ടാ പോയി അതാണ് പറയേണ്ടത്. ശീതൾ വിനു ചാനലിന്റെ പേരിലും ശീതളിന്റെ പേരിലും ഞങ്ങളുടെ അരിമണിയുടെ പേരിലും ഞങ്ങളുടെ പേര് പറഞ്ഞു താടിയും മുട്ടും ഒഫീഷ്യലിന്റെ പേരിലും അതെ മാറ്റിനി ലൈവിന്റെ പേരിലും അതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു അവസരം ഒരുക്കി തന്നതിന് ആദ്യം മാറ്റിനിക്ക് താങ്ക്സ് പറയണ്ടേ. അപ്പൊ മാറ്റിനി പ്രേക്ഷകർക്ക് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും ഹൃദയം നിറഞ്ഞ ഒരു വിഷു ആശംസകൾ.